നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഴാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അതിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ. എന്താണ് ഒരു റിജിഡ് ബോഡി? റിജിഡ് ബോഡി ഈസ് എ ബോഡി വിത്ത് എ പെർഫെക്റ്റ്ലി ഡെഫിനിറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ്. The distances between all pairs of particles of such a body do not change. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് റിജിഡ് ബോഡി എന്നത്. റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് എന്തായിരിക്കും? ഒരു വുഡൻ ബ്ലോക്ക്, അല്ലെങ്കിൽ ഒരു ടേബിൾ, ദെൻ ഒരു സ്റ്റോൺ, അല്ല, ഇതൊക്കെ റിജിഡ് ബോഡീസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താണ് ഒരു റിജിഡ് ബോഡി? അതായത് പെർഫെക്റ്റ്ലി ഡെഫിനിറ്റ് ആൻഡ് അൺചേഞ്ചിങ് ഷേപ്പ് ചേഞ്ച് ചെയ്യാനാവാത്ത, ഓക്കെ, ഡെഫിനിറ്റ് ഷേപ്പുള്ള പക്ഷെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ബോഡീസിനെ നമുക്ക് റിജിഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പെയർസ് ഓഫ് പാർട്ടിക്കിൾസ് ഡു നോട്ട് ചേഞ്ച്. ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ബോഡിയിലുള്ള ഏതെങ്കിലും രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരുത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒരു റിജിഡ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് റിമെയിൻസ് സെയിം, കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡീസിനെയാണ് ജനറലായിട്ട് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഒരു റിജിഡ് ബോഡിയുടെ മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള മോഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് സാധാരണ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ. അതായത് ബോഡി ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് യു ഹാവ് എ ഇൻക്ലൈൻഡ് സർഫസ്. ഒരു ചെരിഞ്ഞ സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ചെരിഞ്ഞ സർഫസിൽ ഒരു വുഡൻ ബ്ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വുഡൻ ബ്ലോക്ക് നിരങ്ങി നീങ്ങുകയാണ് ചെയ്യുക, അല്ലെ, താഴേക്ക് നിരങ്ങി നീങ്ങുന്ന ഒരു അവസ്ഥ, അതായത് സ്ലൈഡിങ് മോഷൻ. അപ്പോൾ അവിടെ ആ ബ്ലോക്ക് ഓഫ് മാസ് ആ ഇൻക്ലൈൻ സർഫസിലൂടെ താഴേക്ക് മൂവ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ട്രാൻസ്ലേഷണൽ മോഷൻ. അതായത് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു, ട്രാൻസ്ലേഷണൽ മോഷൻ. അങ്ങനെയുള്ള മൂവ്മെന്റിന്റെ കേസിൽ ഓൾ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി ഹാവ് ദ സെയിം വെലോസിറ്റി. കാരണം ആ ബോഡിയുടെ എല്ലാ പാർട്ടിക്കിൾസും, ഒരു ബോഡി നമുക്ക് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസിനെല്ലാം ഒരേ വെലോസിറ്റി ആണ് എന്ന് പറയാം. മറ്റൊരു ടൈപ്പ് മോഷനാണ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷൻ, പലതരത്തിലുള്ള റൊട്ടേഷൻ മോഷൻ നമുക്കറിയാം, അല്ലേ. ഒരു ഫാനിന്റെ മൂവ്മെന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷനാണ്. അപ്പോൾ റൊട്ടേഷൻ എപ്പോഴും കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് എ ഡെഫിനിറ്റ് ആക്സിസ്. ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പമ്പരത്തിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് പോയിന്റിൽ നിന്നുകൊണ്ടുള്ള അതിൻ്റെ ഒരു മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മോഷൻ പോസിബിൾ ആണ് ഒരു റിജിഡ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ബോഡി ഫിക്സ്ഡ് അറ്റ് വൺ പോയിന്റ് ഓർ എലോങ് എ ലൈൻ ക്യാൻ ഹാവ് റൊട്ടേഷൻ മോഷൻ. ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ട് അത് മൂവ് ചെയ്യുന്ന കേസ്. മറ്റൊന്ന് റോളിംഗ് മോഷൻ. അവിടെ നമുക്ക് കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ചെരിഞ്ഞ സർഫസിൽ വെച്ചിട്ടുള്ള ഒരു സോളിഡ് സിലിണ്ടർ, ആ സിലിണ്ടർ നമ്മൾ ഉയർന്ന പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ചെരിഞ്ഞ സർഫസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് താഴേക്കെത്തും. എങ്ങനെ താഴേക്കെത്തും? അത് താഴേക്കെത്തുമ്പോൾ അത് റൊട്ടേഷനും ഉണ്ടാവും, കൂടെ തന്നെ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്യും, അല്ല. അതാണ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റോളിംഗ് മോഷനിൽ റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. അതേസമയം നമ്മൾ രണ്ടാമത് കൺസിഡർ ചെയ്ത റൊട്ടേഷൻ മോഷനിലോ, ആ റൊട്ടേഷൻ മോഷനിൽ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ള റൊട്ടേഷനാണത്. അതേസമയം ഒരു പമ്പരത്തിന്റെ മൂവ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഫിക്സ് ചെയ്തിട്ടുള്ള റൊട്ടേഷൻ അല്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക പലതരത്തിലുള്ള മൂവ്മെന്റ്സ്, ഒരു റിജിഡ് ബോഡിയുടെ പലതരത്തിലുള്ള മൂവ്മെന്റ്സ്. ആദ്യത്തേത് ട്രാൻസ്ലേഷണൽ മോഷനാണ്, അതായത് ബോഡി ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് നീങ്ങുന്നു. പിന്നെ രണ്ടാമത്തേത് റൊട്ടേഷണൽ മോഷൻ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയുടെ കേസിലുണ്ടാവുന്ന റൊട്ടേഷൻ.
ഒരു ഫാനിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു ഫിക്സ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിൽ ഉള്ള ഒരു റൊട്ടേഷൻ. മൂന്നാമത്തേത് റോളിംഗ് മോഷനാണ്. അവിടെ റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് സെൻറ്റർ ഓഫ് മാസ്? നമുക്ക് റിജിഡ് ബോഡി ഡൈനാമിക്സിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഏത് റിജിഡ് ബോഡിയും ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്ന ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ യു ക്യാൻ കൺസിഡർ എ പോയിന്റ് at which the entire mass of the system is assumed to be concentrated. അതായത് ആ ഒരു സിസ്റ്റത്തിൻ്റെ മുഴുവൻ മാസും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയുള്ള പോയിന്റാണ് സെൻറ്റർ ഓഫ് മാസ്. So center of mass of a system of particles is a fixed point at which the entire mass of the system is assumed to be concentrated. അപ്പോൾ ഏതൊരു പോയിന്റിലും അല്ലെങ്കിൽ ഏതൊരു ബോഡിയിലും നമുക്കൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം where the entire mass is assumed to be concentrated. ആ ഒരു പോയിന്റിലാണ് ബോഡിയുടെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇപ്പോൾ ചില ഇതിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലേ, ചില റോഡ്, ഓക്കെ, ഒരു തിക്ക് റോഡ് അല്ലെങ്കിൽ ചില വസ്തുക്കൾ നമുക്കൊരു പോയിന്റിൽ ബാലൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ പോയിന്റിൽ, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ ഇത് ബാലൻസ് ചെയ്യാൻ കഴിയുള്ളൂ. പോയിന്റ് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസിങ് പോകും. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ഈ ബോഡിയുടെ മുഴുവൻ ഫോഴ്സും അല്ലെങ്കിൽ മുഴുവൻ മാസ്, ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, ഇവിടെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ബോഡിയുടെ മുഴുവൻ മാസും ആ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആ പോയിന്റിനെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിജിഡ് ബോഡിയെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ മുഴുവൻ മെക്കാനിക്സും നമ്മൾ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ കേസിൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസുള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ കണ്ടെത്താം? സപ്പോസ് യു ഹാവ് ടു പാർട്ടിക്കിൾസ് മാസ് m1 ആൻഡ് m2. അതിൻ്റെ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് x1 ഡിസ്റ്റൻസിലാണ് m1 എന്ന് വിചാരിക്കുക, x2 ഡിസ്റ്റൻസിലാണ് m2 എന്ന് വിചാരിക്കുക. ഫിഗർ ശ്രദ്ധിക്കുക, അവിടെ നിങ്ങൾക്ക് രണ്ട് മാസസ് ആണ് m1 ആൻഡ് m2. m1 സ്ഥിതി ചെയ്യുന്നത് ഒറിജിനിൽ നിന്ന് x1 ഡിസ്റ്റൻസിലാണ്, m2 സ്ഥിതി ചെയ്യുന്നത് അറ്റ് ഡിസ്റ്റൻസ് x2 ഫ്രം ദി ഒറിജിൻ. അപ്പോൾ ഇത് ഒരു വലിയ റോഡിൻ്റെ രണ്ടറ്റത്തും നമ്മൾ ഓരോ മാസ് വെച്ചിരിക്കാമെന്ന് വിചാരിക്കാം. ആ രീതിയിലുള്ള ഒരു സിസ്റ്റമാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് മാസ്, ആ റോഡിന് നമുക്ക് എവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ x ഈക്വൽ ടു m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ആ ഒരു പോയിന്റിലായിരിക്കും ഈ ഒരു സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ദ പൊസിഷൻ of mass is given by x equal to m1x1 plus m2x2 by m1 plus m2. അപ്പോൾ ഇവിടെ നമ്മൾ x എന്ന് എടുക്കാൻ കാരണം ഇത് x ആക്സിസിലാണ് ഈ രണ്ട് പാർട്ടിക്കിൾസും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പൊസിഷൻ, സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ്റെ ഒരു x കോർഡിനേറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ രണ്ട് പാർട്ടിക്കിൾസിൻ്റെ മാസ് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. That is m equal to m1 equal to m2. m1 m2 equal ആണെന്ന് വിചാരിക്കൂ and it is equal to m. Then x equal to എന്തായിരിക്കും പൊസിഷൻ? m into x1 plus m into x2 by m1 plus m2 എന്ന് പറഞ്ഞാൽ 2m, m plus m, 2m. Or you will get m into, കോമൺ ആണ്, x1 plus x2 by 2m or x1 plus x2 by 2. ഓക്കെ, x1 പ്ലസ് x2 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ ഒരു സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ സെൻറ്ററിലാണ്, x1 പ്ലസ് x2 ബൈ 2. ആ രണ്ട് ബോഡീസിൻ്റെ പൊസിഷൻ x1ഉം x2 ആണെങ്കിൽ അതിൻ്റെ മിഡിലായിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. എപ്പോൾ ബോഡീസിൻ്റെ മാസ് ഈക്വൽ ആണെങ്കിൽ, മാസ് ഈക്വൽ ആവുന്ന സിറ്റുവേഷനാണ് പറയുന്നത്. അതായത് രണ്ട് പാർട്ടിക്കിൾസിനെയും മാസ്, ഇപ്പോൾ നമുക്കത് വളരെ ക്ലിയർ ആണ്. ഒരു റോഡിൻ്റെ രണ്ടറ്റത്ത് രണ്ട് മാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മാസിനും ഒരേ മാസാണ് ഉള്ളതെങ്കിൽ, ഈക്വൽ മാസാണ് ഉള്ളതെങ്കിൽ, രണ്ട് ബോഡിക്കും ഈക്വൽ മാസാണ് ഉള്ളതെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ കഴിയുക അതിൻ്റെ സെൻറ്റർ പോയിന്റിലായിരിക്കും. ഓക്കെ, അതേസമയം ഒന്നിൻ്റെ മാസ് കൂടുതലാണെങ്കിൽ നമുക്ക് ആ സെൻറ്റർ പോയിന്റിൽ ബാലൻസ് ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസിനും ഈക്വൽ മാസ് ആണെങ്കിൽ ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് x1 + x2/2. ഇനി ഇതുപോലെ n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലോ, if there are n particles, position of center of mass is given by m1x1 plus m2x2 plus m3x3 plus etc. plus mnxn divided by m1 plus m2 plus m3 plus etc. plus mn. ഓക്കെ, ഇതാണ് n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ. അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ രീതിയിൽ എഴുതാം, സമ്മേഷൻ mi(xi), സമ്മേഷൻ സിഗ്മ mi(xi) എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ അത് തന്നെയാണ്. m1x1 i ടേക്സ് വാല്യൂസ് ഫ്രം 1 to n. i 1 ആകുമ്പോൾ mi m1x1, then i2 ആണെങ്കിൽ m2x2 and so on, divided by sigma mi. So this gives you the x coordinate of center of mass. Okay, if there are n particles. അപ്പോൾ എത്ര പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റത്തിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. Now, if there are particles in a plane or in space, ഇപ്പോൾ നമ്മളൊരു ലീനിയർ സിസ്റ്റമാണ് നേരത്തെ കൺസിഡർ ചെയ്തത്, അവിടെ നമുക്കൊരു കോർഡിനേറ്റ് ആവശ്യമുള്ളൂ. അതിന് പകരം പാർട്ടിക്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഒരു പ്ലെയിനിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ സ്പേസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സ് കോർഡിനേറ്റ് മാത്രം പോരാ. ഓക്കെ, പ്ലെയിൻ ആണെങ്കിൽ 2 കോർഡിനേറ്റ്സ് വേണം, സ്പേസ് ആണെങ്കിൽ 3 കോർഡിനേറ്റ്സ് വേണം. സോ ദ y കോർഡിനേറ്റ് ഇസ് ഗിവൺ ബൈ, നേരത്തെ പോലെ തന്നെയാണ് ഇക്വേഷൻ വരിക, m1 y1 പ്ലസ് m2 y2 പ്ലസ് m3 y3 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അതാണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയത്, സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ mi yi ഡിവൈഡഡ് ബൈ സിഗ്മ mi. And z coordinate is given by summation mi zi divided by summation mi. എല്ലാം ഒരേ ഫോമിലാണ് ഇക്വേഷൻ വരുന്നത്, m1 y1 പ്ലസ് m2 y2 പ്ലസ് എക്സെട്ര, അതങ്ങനെ. അതുപോലെ m1 z1 പ്ലസ് m2 z2 പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ വാട്ട് ഇസ് ദി പൊസിഷൻ വെക്റ്റർ ഓഫ് സെൻറ്റർ ഓഫ് മാസ്? ക്യാപിറ്റൽ R. ക്യാപിറ്റൽ R ഡിനോട്ട്സ് പൊസിഷൻ വെക്റ്റർ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. പൊസിഷൻ വെക്റ്റർ ഇത് നമുക്കറിയാം, xi പ്ലസ് yj പ്ലസ് zk. സോ ക്യാപിറ്റൽ എക്സ് വൈ സെഡ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിനോട്ട്സ് ദ കോർഡിനേറ്റ്സ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ഇസ് ഗിവൺ ബൈ xi പ്ലസ് yj പ്ലസ് zk. ഓക്കെ, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്റ്ററാണ്. ക്യാപിറ്റൽ എക്സ് വൈ സെഡ് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ്. Let small r be the position vector of the ith particle. നമ്മൾ n പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അതിലിപ്പോൾ 8ാമത്തെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ 20ാമത്തെ പാർട്ടിക്കിൾ, അതാണ് നമ്മൾ ith പാർട്ടിക്കിൾ, ഏതോ ഒരു പാർട്ടിക്കിൾ. ഓക്കെ, അത് 8 ആവാം 12 ആവാം, ഐക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അനുസരിച്ച്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് xi yi zi. ഇപ്പോൾ 1ാമത്തെ പാർട്ടിക്കിൾ ആണെങ്കിൽ x1 y1 z1, 2ാമത്തേതാണെങ്കിൽ x2 y2 z2, ആ രീതിയിലാണ് വരിക. So, ith particle coordinates xi, yi, zi. Capital R is the center of mass. Then, the position vector of center of mass is given by capital Xi plus capital Yj plus capital Zk, or summation mi ri all divided by m. എന്താണ് ri? Small ri. It is the position vector of the ith particle. ith പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ith പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആണ്, പൊസിഷൻ വെക്റ്റർ ആണ് ri, ദാറ്റ് ഈസ് xi I പ്ലസ് yi j പ്ലസ് zi k. ആൻഡ് പൊസിഷൻ വെക്റ്റർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഇസ് ഗിവൺ ബൈ xi പ്ലസ് yj പ്ലസ് zk. ഓക്കെ, അല്ലെങ്കിൽ സമ്മേഷൻ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ സമ്മേഷൻ mi ri all divided by m. Capital M gives you the total mass of the system. ആ സിസ്റ്റത്തിൻ്റെ മുഴുവൻ മാസമാണ് ക്യാപിറ്റൽ എം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊസിഷൻ വെക്റ്റർ കിട്ടിയാൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി, അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്റ്ററും കിട്ടിക്കഴിഞ്ഞു. ഒരു പ്രോബ്ലം നോക്കാം.
ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ലീനിയർ സിസ്റ്റം ആണെങ്കിൽ ഒരു പൊസിഷൻ കോർഡിനേറ്റ് കണ്ടെത്തിയാൽ മതിയാവും. ഒരു പ്ലെയിനിലുള്ളതാണെങ്കിൽ 2 കോർഡിനേറ്റ്സ് കിട്ടേണ്ടി വരും. അതേസമയം സ്പേസിലാണെങ്കിൽ 3 കോർഡിനേറ്റ്സ് നമുക്ക് ഈ രീതിയിൽ കണ്ടെത്താം. ഇപ്പോൾ പ്രോബ്ലം നോക്കൂ. 3 particles of equal mass are lying in a plane. Their position coordinates are x1 y1, x2 y2 and x3 y3. Find the position of the center of mass of the system. തന്നിട്ടുണ്ട്, ഒരു പ്ലെയിനിലാണുള്ളത്, 3 മാസസും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഗിവൺ m1 m2 m ഈക്വൽ ടു m. കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്തായിരിക്കും എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കാണാൻ നമുക്കറിയാമല്ലോ, അത് പ്ലെയിനിലാണ്. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആവശ്യമാണ്. എക്സ് കോർഡിനേറ്റ് എന്താ? m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3. ഓക്കെ, അതുപോലെ y കോർഡിനേറ്റ് എന്തായിരിക്കും? m1 y1 plus m2 y2 plus m3 y3 divided by m1 plus m2 plus m3. നോക്കൂ, x കോർഡിനേറ്റ് യൂഷ്വൽ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചു. m1 x1 plus m2 x2 plus m3 x3 by m1 plus m2 plus m3. പക്ഷേ 3 മാസസും ഈക്വൽ ആണ്. അപ്പോൾ m1 m2 m3 അതിനൊക്കെ പകരം നമുക്ക് m എന്ന് കൊടുക്കാം. സോ m ഇൻറ്റു, എല്ലാത്തിലും m കോമൺ ആണ്, m ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ താഴെ m പ്ലസ് m പ്ലസ് m 3m. ഓക്കെ, സോ വിൽ ഗെറ്റ് x ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 ഓൾ ഡിവൈഡഡ് ബൈ 3. That is the x coordinate of the center of mass. ഇതേ രീതിയിൽ നമുക്ക് y കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. y കോർഡിനേറ്റേഴ്സ് നേരത്തെ ഇക്വേഷൻ അതേപോലെ ഉപയോഗിക്കാം. m1 y1 പ്ലസ് m2 y2 പ്ലസ് m3 y3 ബൈ m1 പ്ലസ് m2 പ്ലസ് m3. പക്ഷേ ഈക്വൽ മാസ് ആയതുകൊണ്ട് മുകളിൽ ചെയ്ത അതേ സ്റ്റെപ്സ് നമുക്ക് ഉപയോഗിച്ചിട്ട് എന്ത് കിട്ടും? y1 പ്ലസ് y2 പ്ലസ് y3 ഡിവൈഡഡ് ബൈ 3. Now, what is the z coordinate? ഇതൊരു സ്പേസിലാണ് ഈ പാർട്ടിക്കിൾസ് ഉള്ളതെങ്കിൽ അപ്പോൾ z കോർഡിനേറ്റ് എന്തായിരിക്കും? z1 പ്ലസ് z2 പ്ലസ് z3 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്താ? ഈ ഒരു കേസിൽ, അതായത് ഇഫ് യു ഹാവ് 3 പാർട്ടിക്കിൾസ് ഓഫ് ഈക്വൽ മാസ്, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ലൊക്കേറ്റഡ് at the centroid of the triangle formed by the particles. For 3 particles of equal mass, the center of mass coincides with the centroid of the triangle formed by the particles. നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ ആണ്. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3, y1 പ്ലസ് y2 പ്ലസ് y3 ബൈ 3. ഇതൊക്കെ ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആണ് എന്ന് പറയാം. ഇപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ റിജിഡ് ബോഡി ഡൈനാമിക്സിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, മെക്കാനിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ഐഡിയ ക്ലിയർ ആക്കുക. അപ്പോൾ ഇന്നത്തെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.